എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പത്രം വായിച്ചാലോ? ഇന്നത്തെ വാർത്ത കഞ്ചാവിനെ പറ്റിയാണ്. സൈക്കിൾ പമ്പിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച കഞ്ചാവ് പിടികൂടിയത്. കഞ്ചാവ് എന്താണെന്നറിയാമോ? കഞ്ചാവ് എന്ന് പറയുന്നൊരു മയക്കുമരുന്നാണ്. അത് മാത്രമല്ല, വേറെ മയക്കുമരുന്നുകളൊക്കെ ഉണ്ട്. ബ്രൗൺ ഷുഗർ, ഹെറോയിൻ, പെത്തഡിൻ, ഹാഷിഷ്, ഇങ്ങനെയൊക്കെയുള്ള പല മയക്കുമരുന്നുകളുണ്ട്. ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്ത ചീത്ത സാധനങ്ങളാണ്. ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് എന്ത് പറ്റുമെന്നറിയാമോ? അവരുടെ ബോധം പോവും. ബോധമില്ലാതെയാൽ അവർക്ക് മര്യാദക്ക് പഠിക്കാൻ പറ്റൂല, ജോലി ചെയ്യണവർക്ക് ജോലി ചെയ്യാൻ പറ്റൂല, ഒന്നും പറ്റൂല. പിന്നെ ഇവർ എല്ലാവരോടും തല്ലു പിടിക്കാൻ നടക്കും. നാട്ടുകാരോടും വീട്ടുകാരോടും കൂട്ടുകാരോടൊക്കെ തല്ലു പിടിക്കാനും ചീത്ത വർത്താനങ്ങൾ പറയാനും ഒക്കെ നടക്കും. അവരെ ഉപദ്രവിക്കുകയും ചെയ്യും. അപ്പോൾ അവർക്ക് വീട്ടുകാർക്ക് വരെ അവരോട് വെറുപ്പാവും. അപ്പോൾ എല്ലാവർക്കും ദേഷ്യവും. അവരെ ആരും കൂട്ടത്തിൽ കൂട്ടൂല. ഇവർ ഒറ്റപ്പെട്ടു പോകും. അങ്ങനെ പിന്നെ ഇവരിത് വാങ്ങിക്കുകയും മയക്കുമരുന്നൊക്കെ വാങ്ങിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്താൽ അത് കുറ്റമാണ്. കുറ്റവാളികളെ പിടിക്കുന്ന ആരാണെന്നറിയാമോ? കുറ്റം ചെയ്യുന്നവരെ പിടിക്കുന്നത് പോലീസാണ്. അങ്ങനെ ഇവരെ പോലീസ് വന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കുറ്റവാളികളെ കിടത്തുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ജയിൽ. ആ ജയിലിൽ കൊണ്ടുപോയാണ് പിന്നെ അവരെ അവിടെ പാർപ്പിക്കുന്നത്. ആ ജയിലിൽ കൊണ്ടുപോയി അടച്ചിട്ടാൽ പിന്നെ അവർക്ക് വീട്ടിലേക്ക് വരാനോ അച്ഛനമ്മമാരെ കാണാനോ ഒന്നും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യണം. ഇങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അവർ നന്മ ചെയ്യില്ല, അവർക്ക് ബോധമില്ല. അപ്പോൾ അവർ തിന്മ മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ പറയാറില്ലേ നന്മകൾ ചെയ്യണമെന്ന്. അങ്ങനെ ഇവരങ്ങനെ ജയിലിലിട്ടാൽ പിന്നെ പോരാനും പറ്റില്ല അവർക്ക്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഈ ലഹരിയുടെ ദൂഷ്യവശങ്ങൾ മനസ്സിൽ പതിയണം. അങ്ങനെ അവരുടെ മനസ്സിൽ ഈ പ്രായത്തിൽ പതിയുന്ന ഏതൊരു നല്ല കാര്യവും അവർക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടും. ഞങ്ങളുടെ അംഗൻവാടിയിൽ പ്രതിജ്ഞക്കൊപ്പം ലഹരിക്കെതിരെ 2 വാചകങ്ങളും കൂടി ഞങ്ങൾ സ്ഥിരം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇങ്ങനെ ആവർത്തിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിയും. അത് അവർക്ക് നല്ലതിന് തന്നെയാണ്. താങ്ക് യു.